ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിന് ശേഷം അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി മടങ്ങി. ആവേശോജ്വലമായ സ്വീകരണമാണ് ഇന്ത്യയിൽ മെസ്സിക്ക് ലഭിച്ചത്. 3 ദിവസം കൊണ്ട് 4 നഗരങ്ങളിൽ നിന്ന് അളവില്ലാത്ത സ്നേഹമാണ് ലയണൽ മെസ്സിക്ക് ലഭിച്ചത്. ആരാധകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇന്ത്യയിൽ നിന്നും മടങ്ങിയത്. ഡിസംബർ 13, 14, 15 തീയതികളിലായിരുന്നു പര്യടനം. ശനിയാഴ്ച കൊൽക്കത്തയിൽ തുടങ്ങി തിങ്കളാഴ്ച ഡൽഹിയിൽ അവസാനിച്ച ഗോട്ട് ഇന്ത്യ ടൂറിൽ 10,000-കണക്കിന് ആരാധകർ മെസ്സിയെ കാണാനെത്തി. കൊൽക്കത്തയിൽ സംഘാടന പിഴവ് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ആദ്യ ദിവസം ഹൈദരാബാദിലും 2ാം ദിവസം മുംബൈയിലും അവസാനം ഡൽഹിയിലും നടന്ന പരിപാടികൾ വൻ വിജയമായിരുന്നു. ഈ ദിവസങ്ങളിൽ തനിക്ക് ലഭിച്ച വമ്പൻ സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞാണ് താരത്തിന്റെ മടക്കം. ഇന്ത്യയിലേക്ക് ഇനിയും വരുമെന്നും ഇനി വരുന്നത് ഫുട്ബോൾ കളിക്കാനായിരിക്കും എന്നുമുള്ള മെസ്സിയുടെ വാക്കുകൾ കേരളത്തിലെ ആരാധകർക്കും പ്രതീക്ഷ നൽകുന്നതാണ്. ഒരുക്കങ്ങൾ പൂർത്തിയാകാത്തതിനെ തുടർന്ന് കഴിഞ്ഞ മാസം നടക്കേണ്ടിയിരുന്ന സൗഹൃദ മത്സരം മുടങ്ങിയിരുന്നു. അടുത്ത ഇന്റർനാഷണൽ വിൻഡോയിൽ കേരളത്തെ പരിഗണിക്കാമെന്നാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിപ്പ്. രാജ്യതലസ്ഥാനത്ത് ഫുട്ബോൾ ഇതിഹാസത്തിന് രാജകീയ വരവേൽപ്പാണ് ലഭിച്ചത്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ മെസ്സി എത്തിയപ്പോൾ മുതൽ കാണികൾ ആവേശഭരിതരായി. ആദ്യം മിനർവ അക്കാദമിയിലെ 22 കുരുന്നു ഫുട്ബോൾ താരങ്ങളുമായുള്ള ഫുട്ബോൾ ക്ലിനിക് പരിപാടിയിൽ മെസ്സി പങ്കെടുത്തു. തുടർന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ജയ് ഷാ എന്നിവർ ചേർന്ന് മെസ്സിയെ വരവേറ്റു. മെസ്സിക്ക് ജയ് ഷാ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി സമ്മാനിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ബെയ്ച്ചുങ് ബൂട്ടിയ ഉൾപ്പെടെയുള്ള പ്രമുഖരും മെസ്സിയെ കാണാൻ സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. പരിപാടിക്ക് ശേഷം പുരാന കിലയിലേക്ക് പോയ മെസ്സി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി, അർജന്റീനിയൻ അംബാസഡർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെ സന്ദർശിച്ചു. പ്രധാനമന്ത്രി ജോർദാൻ സന്ദർശനത്തിനായി പുറപ്പെട്ടതിനെ തുടർന്ന് മെസ്സിയുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കേണ്ടി വന്നിരുന്നു.